ഈശോയിൽ പ്രിയരെ, നമുക്ക് രക്ഷപ്പെടാനായിട്ട് ഒരു കുറുക്ക് വഴിയുണ്ട്. അത് ഒരു ഇക്വേഷനാണ്. നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. ഒരുപക്ഷെ കുറേ പേർക്ക് അറിയാവുന്ന കാര്യമായിരിക്കും. നല്ല ഒബ്സർവേഷൻ ഉണ്ടാകണം. കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കണം. കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കണം. അപ്പോൾ ഒബ്സർവേഷൻ ഉണ്ടാകണം. ഇനി അതിൻ്റെ കൂടെ വരേണ്ട ഒരു കാര്യമാണ് മൈൻഡ് പ്രസൻസ്. ഔട്ട് ഓഫ് മൈൻഡ് വരരുത്. നല്ല മൈൻഡ് പ്രസൻസ് ഉണ്ടാകണം. അതിൻ്റെ കൂടെ ദൈവാനുഗ്രഹം, ബ്ലെസ്സിങ്സ് ഓഫ് ഗാഡ്, അതുകൂടി ആകുമ്പോൾ നമ്മൾ വിജയിക്കും. ഇതിപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളവും അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു മനുഷ്യൻ എന്ന നിലയിലും ഇതാണ് നമുക്ക് രക്ഷപ്പെടാനായിട്ടുള്ള ഒരു വഴി. ഒരു ഭക്തൻ അല്ലെങ്കിൽ ഭയങ്കര ഭക്തി ഇല്ല എങ്കിലും നല്ലൊരു മനുഷ്യൻ എന്ന നിലയിൽ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കാവുന്നൊരു കാര്യമാണ്. ഇപ്പോൾ ഈ കുർബാന സമയത്ത് പോലും നമ്മുടെ ചുറ്റുമൊക്കെ ഇരിക്കുന്ന ആളുകൾ പ്രാർത്ഥിക്കുന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പ്രാർത്ഥിക്കാൻ തോന്നും. അത് നമ്മുടെ ഒബ്സർവേഷൻ ഉണ്ടാണ്. നല്ല കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കുക. ഈശോ മനുഷ്യരുടെ ജീവിതത്തിൽ ഇടപെടുന്നത് കണ്ട് മനസ്സിലാക്കുക. ഈശോ സുവിശേഷങ്ങളിലൂടെ ഈശോ ഇടപെട്ടത് അത് മനസ്സിലാക്കുക. കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കുക. ഇനി ഇവിടെ നല്ല മൈൻഡ് പ്രസൻസ് വേണം. ഔട്ട് ഓഫ് മൈൻഡ് ആണെങ്കിൽ, ഡിസ്ട്രാക്റ്റഡ് ആണെങ്കിൽ, പല വിചാരത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ അനുഗ്രഹം കിട്ടണമെന്നില്ല. കാരണം ഭയങ്കര കോൺസെൻട്രേഷനിലാണ് ദൈവം ഇടപെടുക. അത് ഈശോയെ എന്നൊരു വിളി ചിലപ്പോൾ ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, അനുഭവിച്ചിട്ടുണ്ടാകും. നല്ല ശക്തമായ സ്തുതിപ്പിനിടയിൽ നല്ല കോൺസെൻട്രേഷൻ വരാൻ സാധ്യതയുണ്ട്. അവിടെയാണ് അടയാളങ്ങളും അത്ഭുതങ്ങളും രോഗശാന്തികളും വർഷിക്കപ്പെടുക. കാഴ്ചക്കാരായിട്ട് നിൽക്കുന്നവർ, അവർക്ക് ആ മൈൻഡ് പ്രസൻസ് ഉണ്ടാകണമെന്നില്ല. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് വേണ്ടത് ദൈവാനുഗ്രഹം. അതിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ വന്നിരിക്കുന്നത്. ദൈവത്തിന് അനുഗ്രഹം വേണം. ദൈവത്തിന് അനുഗ്രഹം ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. എത്ര അധ്വാനിച്ചാലും കർത്താവിൻ്റെ അനുഗ്രഹം ഇല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. റോമ 9:16 മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിൻ്റെ ദയയാണ് എല്ലാറ്റിൻ്റെ അടിസ്ഥാനം. ഒരു പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളവും നല്ല ഒബ്സർവേഷൻ ഉണ്ടാകുക. കൂട്ടുകാർ അല്ലെങ്കിൽ നാട്ടിലുള്ള പിള്ളേർ പഠിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഉഴപ്പി നടക്കാൻ തോന്നുന്നു. അപ്പോൾ കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കുക. ഇനി പഠിക്കാനിരിക്കുന്ന സമയത്ത് പല വിചാരമാണെങ്കിലോ, പഠിക്കാനിരിക്കുന്ന സമയത്തായിരിക്കും ഗേൾ ഫ്രണ്ടിനെയോ ബോയ് ഫ്രണ്ടിനെയോ ഒക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുക. അല്ലെങ്കിൽ വെക്കേഷൻ എന്ത് ചെയ്യണമെന്ന് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക. ഔട്ട് ഓഫ് മൈൻഡ് വന്നു കഴിഞ്ഞാൽ പഠനം നടക്കില്ല. അപ്പോൾ പഠന സമയത്ത് നല്ല മൈൻഡ്, നല്ല ഒരു പ്രസൻ്റ് ആയിരിക്കണം. ഇനി ഇതെല്ലാം പഠിച്ചാലും 2 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ പരീക്ഷ സമയത്ത് ശക്തമായ ദൈവാനുഗ്രഹം വേണ്ടേ? എന്തൊക്കെ ചെയ്താലും, തലകുത്തിന്ന് പഠിച്ചാലും, വെള്ളത്തിൽ കാലിറക്കി വെച്ച് പഠിച്ചാലും, ഉറക്കൊഴിച്ച് പഠിച്ചാലും ദൈവാനുഗ്രഹം ഉണ്ടെങ്കിലല്ലേ വിജയിക്കാൻ പറ്റൂ, ഇല്ലേ? അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് പലരും പരീക്ഷയൊക്കെ വരുമ്പോൾ ഒരുക്കക്കുമ്പസാരമൊക്കെ നടത്തുന്നത്. പരിശുദ്ധ ബലിയർപ്പണത്തിൽ, പരീക്ഷയുടെ ആരംഭ ദിവസം ബലിയർപ്പണത്തിൽ പോയി പങ്കുചേരും. അപ്പോൾ നമുക്ക് ദൈവാനുഗ്രഹം വേണം, നല്ല ഒബ്സർവേഷൻ വേണം, മൈൻഡ് പ്രസൻസ് വേണം, ബ്ലെസ്സിങ്സ് ഓഫ് ഗോഡ് വേണം. അതെല്ലാം കൂടി ചേരുമ്പോൾ നമ്മൾ വിജയിക്കും. ദൈവ സന്നിധിയിൽ നമുക്ക് അനുഗ്രഹം ഉണ്ടാകും. അപ്പോൾ ഇന്നത്തെ സുവിശേഷമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് തോന്നിയൊരു കാര്യമാണ്, ഇവിടെ ജനങ്ങൾ നല്ല ഒബ്സർവേഷൻ നടത്തുന്നുണ്ട്. അതായത് യേശു ശിഷ്യന്മാരും അവർ സ്നാനം നൽകുകയാണ്. അപ്പോൾ യോഹന്നാനും സ്നാനം നൽകിയിരുന്നു. ആളുകൾ അവൻ്റെ അടുത്ത് വന്ന് സ്നാനം സ്വീകരിച്ചിരുന്നു. അവൻ്റെ ശിഷ്യന്മാരും ഒരു യഹൂദനും തമ്മിൽ ശുദ്ധീകരണത്തെപ്പറ്റി തർക്കമുണ്ടായി. അവർ യോഹന്നാനെ സമീപിച്ച് ചോദിച്ചു. അതായത് ഇതൊക്കെ കാണുമ്പോൾ അവർക്ക് ഡിസ്ട്രാക്ഷനാണ്. ഈ ജനമുണ്ടല്ലോ, യഹൂദരും അവർ തർക്കിക്കുന്നത്, അവർ ഈ യോഹന്നാൻ്റെ അടുക്കൽ വന്ന് പറയുന്നത് എല്ലാവരും അവൻ്റെ അടുത്ത് പോവുകയാണ്. അതായത് ഗുരോ, ജോർദാൻ്റെ അക്കരെ നിന്നോടുകൂടെ ഉണ്ടായിരുന്നവൻ നീ ആരെപ്പറ്റി സാക്ഷ്യപ്പെടുത്തിയോ അവനിതാ ഇവിടെ സ്നാനം നൽകുന്നു. യേശു സ്നാനം നൽകുന്നതിനെക്കുറിച്ച് സ്നാപക യോഹന്നാൻ്റെ അടുക്കൽ വന്ന് പറയുകയാണ്. ഒരു പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കുക. അതായിട്ടാണ് എനിക്ക് തോന്നി. ഞാൻ അങ്ങനെയാണ് ധ്യാനിച്ചത് ഈ വചനം ഭാഗം വായിക്കുമ്പോഴും.
അപ്പോൾ എല്ലാവരും അവൻ്റെ അടുത്തേക്ക് പോകുന്നു. നിൻ്റെ അടുത്തേക്ക് ആരും വരുന്നില്ല, എല്ലാവരും അവൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ യോഹന്നാൻ പ്രതിവചിച്ചു, സ്വർഗത്തിൽ നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും സ്വീകരിക്കാൻ സാധിക്കുകയില്ല. ഞാൻ ക്രിസ്തുവല്ല, ഞാൻ അവന് മുമ്പ് അയക്കപ്പെട്ടവനാണ് എന്ന് പറഞ്ഞ് വളരെ മനസാന്നിധ്യത്തോടുകൂടെ സ്നാപയോഹന്നാൻ സംസാരിക്കുകയാണ്. അവസാനം പറയുകയാണ്, അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. ഇതെങ്ങനെ പറയാൻ സാധിച്ചു? യഥാർത്ഥത്തിൽ നമ്മൾ ഒബ്സർവേഷൻ വരുമ്പോൾ നമ്മുടെ അധ്വാനം കൂടും. നമുക്ക് അധ്വാനിക്കാതിരിക്കാൻ പറ്റുകയില്ല. നമ്മുടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക, നമ്മുടെ അധ്വാനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക, വീട്ടിലെന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുക, നമ്മുടെ ആത്മീയ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുക, മുടക്കം വരുത്തരുത്. യജമാനൻ വരുമ്പോൾ ജോലിയിൽ വ്യാപൃതനായിരിക്കുന്ന ഭൃത്യൻ ഭാഗ്യവാൻ. അപ്പോൾ ഈശോ വരുമ്പോഴും സ്നാപയോഹന്നാൻ ജോലിയിൽ വ്യാപൃതനാണ്. സ്നാപയോഹന്നാൻ സ്നാനം കൊടുത്തിരിക്കുകയാണ്. അതാണ് മുന്നൊരുക്കത്തിന് വന്ന സ്നാപയോഹന്നാൻ. ഈശോ വന്ന് സ്നാനം കൊടുക്കുമ്പോഴും യോഹന്നാൻ ജോലിയിൽ വ്യാപൃതനാണ്. ഇനി യോഹന്നാൻ്റെ ഒരു മനസാന്നിധ്യം, ചിലപ്പോൾ അവരങ്ങനെ പറയുമ്പോൾ അവൻ്റെ അടുക്കലേക്ക് എല്ലാവരും പോവുകയാണ്, നിൻ്റെ അടുക്കലേക്ക് ആരും വരുന്നില്ല എന്ന ധ്വനി വെച്ചാണ്, അങ്ങനെ ഒരു ചിന്തയിലാണ് അവർ സംസാരിച്ചതെങ്കിൽ ഇപ്പം തന്നെ ശരിയാക്കുക. അവനോട് ആര് പറഞ്ഞു ഇപ്പം മാമോദിസം കൊടുക്കുക, ഞാനല്ലേ മാമോദിസം കൊടുക്കാനുള്ളത് എന്ന് പറയുന്നതിന് പകരം അവർ ഉൾക്കാഴ്ചയിൽ കാര്യങ്ങൾ മനസ്സിലാക്കി സ്വർഗത്തിൽ നിന്ന് നൽകപ്പെടുന്നില്ല എങ്കിൽ ആർക്കും അങ്ങനൊരു കാര്യം ചെയ്യാൻ പറ്റുകയില്ല. ഞാൻ അവന് മുൻപേ വഴിയൊരുക്കാൻ വന്നവനാണ്, അവനാണ് വരാനിരിക്കുന്നവൻ, അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. ഈ ഒരു ചിന്ത ഇവിടെ കൺഫെഷൻ ഹാളിൻ്റെ അടുത്ത് അവിടെ സ്നാപയോഹന്നാൻ ഈശോയ്ക്ക് മാമോദീസ കൊടുക്കുന്ന ഒരു ചിത്രീകരണം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെ ഈ വാക്യം എഴുതി വെച്ചിട്ടുണ്ട്. യോഹന്നാൻ 3:30 അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. ഇത് ഒരു മനസാന്നിധ്യമാണ്. നമുക്ക് വളരെ ഇറിറ്റേറ്റഡ് ആകാവുന്ന ഒരു സാഹചര്യത്തിൽ പോലും മനസാന്നിധ്യം നിലനിർത്തുക. ഈശോയുടെ മനസാന്നിധ്യം നമ്മൾ എത്രയോ തവണ കണ്ടിട്ടുള്ളതാണ്. ഈശോയെ കാണാതെ പോകുന്ന അവസരത്തിൽ മകനെ നീ ഞങ്ങളോട് എന്താണ് ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ ഈശോ ഒന്നും മറുപടി പറയുന്നില്ല. ഈശോയുടെ മറുപടി ഞാൻ പിതാവിൻ്റെ സന്നിധിയിൽ ആയിരിക്കേണ്ടതല്ലേ എന്നിട്ട് ഈശോ അവർക്ക് വിധേയപ്പെട്ട് ജീവിച്ചു. അതാണ് മനസാന്നിധ്യം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്നാപയോഹന്നാൻ്റെ മറുപടി, ഒരിക്കൽ യേശുവിൻ്റെ നാമത്തിൽ കുറേ പേര് ഇങ്ങനെ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യോഹന്നാൻ ശ്ലീഹ, വക്ഷസിൽ ചാരിക്കിടക്കുന്ന യോഹന്നാൻ ശ്ലീഹ ഈശോയുടെ പ്രിയ ശിഷ്യന് അത് സഹിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഈശോയുടെ അടുത്ത് വന്ന് പറഞ്ഞേ, നിന്റെ നാമത്തിൽ അവർ അടയാളങ്ങൾ പ്രവർത്തിക്കുന്നു. അപ്പോൾ ഈശോ വളരെ മനസാന്നിധ്യം നിലനിർത്തിക്കൊണ്ട് പറഞ്ഞു, നമുക്കെതിരില്ലാത്തവൻ നമ്മുടെ പക്ഷത്താണ്. അത് മർക്കോസിൻ്റെ സുവിശേഷം 9:40 നമുക്കെതിരില്ലാത്തവൻ നമ്മുടെ പക്ഷത്താണ്. ഈശോയുടെ മനസാന്നിധ്യം. ഇനി പരിശുദ്ധമ്മയുടെ മനസാന്നിധ്യം. പരിശുദ്ധമ്മ പറയുന്ന വാക്കുകൾ പോലും പോസിറ്റീവ് എനർജിയായി മാറി. അതായത് മനസാന്നിധ്യമുള്ളവരുടെ വർത്തമാനം ആരും ഇറിറ്റേറ്റ് ചെയ്യില്ല. ആ സംഭവം ഒരു മോശമായൊരു സിറ്റുവേഷനിലേക്ക് മാറില്ല. ഇപ്പോൾ യോഹന്നാൻ്റെ അടുക്കൽ വന്ന് പറയുമ്പോഴും യോഹന്നാൻ്റെ മറുപടി അവർക്ക് പിന്നെ ഒന്നും പറയാനില്ല. അതാണ് മനസാന്നിധ്യത്തിലുള്ള കാര്യങ്ങൾ. ഇത് ഞാൻ ഈ പറയുന്ന കാര്യം ഒബ്സർവേഷൻ, മൈൻഡ് പ്രസൻസ്, ഇത് എല്ലാ കാര്യത്തിലും, ജോലിയുടെ മേഖലയിൽ, പഠനത്തിൻ്റെ മേഖലയിൽ, നമ്മുടെ ആത്മീയ മേഖലയിൽ പോലും നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. നമ്മളൊരു ഫിലിം ആക്ടറിനെടുത്തേ, ഒരു മോഹൻലാൽ എന്നൊരു നടനെടുത്തേ, അയാൾ തൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ജീവിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ അഭിനയിച്ച് പ്രതിഫലിപ്പിക്കുന്നത് അദ്ദേഹത്തിന് നല്ല ഒബ്സർവേഷൻ ഉള്ളത് കൊണ്ടല്ലേ? ഇനി ആ ഒബ്സർവേഷൻ വെച്ചിട്ട് അദ്ദേഹം അത് ചെയ്യുമ്പോൾ നല്ല മനസാന്നിധ്യം. നമുക്ക് സഭാകമ്പമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇറിറ്റേറ്റഡ് ആയിട്ടുള്ളൊരു മൈൻഡ് വന്നു കഴിഞ്ഞാൽ, ഔട്ട് ഓഫ് മൈൻഡ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജോലി നമുക്ക് ചെയ്യാൻ പറ്റുകയില്ല. അതിൻ്റെ 100% നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ഇനി അതിൻ്റെ കൂടെ അവർക്കൊക്കെ ദൈവാനുഗ്രഹം കൂടി ഉള്ളത് കൊണ്ടല്ലേ അവർ വിജയിച്ച് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് അതാണ് വേണ്ടത്. ഇനി അപ്പോൾ ഈ സ്റ്റീഫൻ സഭയിലെ ആദ്യത്തെ രക്തസാക്ഷിയാണ്. ഈ സ്റ്റീഫൻ സഭയിൽ പ്രവാചക തുല്യമായി പ്രസംഗിച്ചപ്പോൾ മറ്റവർ പല്ലുകടിച്ച് വന്നു, കോപാക്രാന്തര കല്ലുകളെടുത്ത് എറിയാൻ വേണ്ടി, കൊല്ലാൻ വേണ്ടി കല്ലുകളെടുത്ത് പല്ലും കടിച്ച് വന്നപ്പോൾ ഈ സ്റ്റീഫൻ സ്വർഗത്തിലേക്ക് നോക്കി, അവിടെ പരിശുദ്ധാത്മാവിനെ കണ്ടു. ഈ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ഈശോ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നത് കണ്ടു. ഇങ്ങനെ ഒരു സ്വർഗീയ അനുഭവമാണ്. നമ്മളിപ്പോൾ ഒരാൾ എന്തെങ്കിലും മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തോറ്റുപോയി എന്ന് തോന്നിയിട്ട് നമ്മൾ ജയിക്കാൻ വേണ്ടി ഉരുള കുപ്പേരി കണക്ക് മറുപടി പറയും.
ഇനി അവിടെ നിന്നും മറുപടി, ഇവിടെ നിന്നും മറുപടി, അങ്ങനെ ആ പ്രശ്നം മോശമാകിയാലേ. അപ്പം അതുകൊണ്ട് ഈ മൈൻഡ് പ്രസൻസ് നമ്മുടെ ജീവിതത്തിൽ വളരെ അത്യാവശ്യമാണ്. ഇനി ആ നല്ല കള്ളൻ്റെ മൈൻഡ് പ്രസൻസ് എന്ന് ഓർത്ത് നോക്കിയേ. നല്ല കള്ളന് വേണമെങ്കിൽ ആ മറ്റേ കള്ളനെ പോലെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കാമായിരുന്നു. ഈ നല്ല കള്ളൻ മനസാന്നിധ്യം വീണ്ടെടുത്ത് മറ്റേ കള്ളനെ തിരുത്താനാണ് ശ്രമിച്ചത്. എന്നിട്ട് കാര്യം മനസ്സിലാക്കി മൈൻഡ് പ്രസൻസിൽ ചെയ്തൊരു കാര്യം കുറേയൊന്നും ചെയ്തില്ല. ഒരൊറ്റ പ്രാർത്ഥന, കർത്താവേ എന്നെ അങ്ങ് ഓർക്കണമേ, പർദീസയിലായിരിക്കുമ്പോൾ എന്നെ ഓർക്കണം. ഒരൊറ്റ പ്രാർത്ഥന കൊണ്ട് രക്ഷപ്പെട്ടു പോയില്ലേ. അതാണ് മനസാന്നിധ്യത്തിൽ വിജയസാധ്യത കൂടുതലാണ്. നന്നായിട്ട് പഠിക്കുന്നൊരു കുട്ടിക്ക് മനസാന്നിധ്യം, മൈൻഡ് പ്രസൻ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ കുറേ നേരം പുസ്തകം വെച്ചിട്ടിരുന്നു കഴിഞ്ഞാലും, 10 മിനിറ്റ് പഠിക്കേണ്ട കാര്യമാണെങ്കിൽ 1 മണിക്കൂർ വെച്ചിട്ടിരുന്നാലും, ഒരു ദിവസം മുഴുവൻ ഇരുന്നാലും അതിലൊരു ഫലമുണ്ടാകണമെന്നില്ല. അപ്പോൾ മൈൻഡ് പ്രസൻസ് ശരിക്കും ഇത് നമ്മൾ ധ്യാനിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് അങ്ങനെ ദൈവത്തിന് ഇഷ്ടപ്പെട്ട രീതിയിൽ നമ്മൾ കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് അത് കിട്ടും. ഇന്നത്തെ 1-ാം വായനയുടെ ആദ്യത്തെ വചനം 1 യോഹന്നാൻ 5-ാം അധ്യായം 14-ാം വാക്യം. ദൈവപുത്രൻ്റെ ഇഷ്ടത്തിനനുസൃതമായി എന്തെങ്കിലും നാം ചോദിച്ചാൽ അവിടുന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കും എന്നതാണ് നമുക്ക് അവനിലുള്ള ഉറപ്പ്. അപ്പം ദൈവത്തിൻ്റെ ഒരു ഇഷ്ടം അത് നമ്മുടെ ജോലിയിലും നമ്മുടെ അധ്വാനങ്ങളിലും നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. പ്രിയ ദൈവ പൈതലേ, നിങ്ങളുടെ ജീവിതത്തിൽ ഇതൊരു ഇക്വേഷൻ പോലെ സ്വീകരിക്കുക. ഒബ്സർവേഷൻ പ്ലസ് മൈൻഡ് പ്രസൻസ് പ്ലസ് ബ്ലെസ്സിങ്സ് ഓഫ് ഗോഡ് ഈസ് ഈക്വൽ ടു സക്സസ് ഓഫ് ലൈഫ്. നിങ്ങൾ വിജയിക്കാൻ ആഗ്രഹിക്കുന്നു, ആത്മീയതയിൽ മുന്നേറാൻ ആഗ്രഹിക്കുന്നു, പഠനത്തിൽ മുന്നേറാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ, നിങ്ങൾ ഏത് സ്വഭാവത്തിൻ്റെ കാര്യത്തിൽ നിങ്ങളൊരു കാര്യം, ഒരു കുറവ് കണ്ടുപിടിച്ചിട്ട് പിറുപിറുക്കുന്ന സ്വഭാവമാണെങ്കിൽ, കുറ്റം പറയുന്ന സ്വഭാവമാണെങ്കിൽ, അല്ലെങ്കിൽ എപ്പോഴും ദേഷ്യപ്പെടുന്ന സ്വഭാവമാണെങ്കിൽ, നിങ്ങൾക്കത് തിരിച്ചറിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡ് പ്രസൻസ് വഴി നിങ്ങൾക്കതിനെ പിടിച്ചു കെട്ടാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കാനായിട്ട് സാധിക്കും. നമുക്കതുകൊണ്ട് ഈ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. ഒത്തിരി ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. പരിശുദ്ധമ്മയുടെ ശക്തമായ മാധ്യസ്ഥ ഉണ്ടാകട്ടെ. ഈശോയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.